ഹായ് ഡിയേഴ്സ്, നമുക്ക് ഡിലീനിയ ഫിലിപ്പീൻസിൻ്റെ പ്ലാന്റ് ഒന്ന് കാണാം കേട്ടോ. നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ഡിലീനിയ അല്ലെങ്കിൽ ഡിലീനിയ ഫിലിപ്പീൻസ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഒരു മീഡിയം സൈസിന് 5000 to 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ഉണ്ട്. നമുക്കിപ്പം 750 റുപ്പീസിന് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ആ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പൂക്കൾക്കും ഇലകൾക്കും ബഡ്സിനും ഒക്കെ ഭംഗി എന്നതിലുപരി എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ള പ്ലാന്റ് കൂടിയാണ് ഡിലീനിയ ഫിലിപ്പീൻസ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഒരു ലൈൻസ് ഒക്കെ എടുത്ത് കാണാം. അതുപോലെ തന്നെ ആ ഒരു ബോർഡറിലുള്ള കട്ടിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. എല്ലാ ഇലകളിലും ഇതുപോലെയുള്ള നെർവ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് നല്ല പാരലായിട്ട് ഭംഗിയായിട്ട് വരുന്നത് ചില ഇലകളിൽ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇലകൾ കാണാൻ. പിന്നെ അതിനകത്ത് വരുന്ന ഷെയ്ഡും ഭംഗിയാണ്. പിന്നെ ഈ ഇലകൾ വരുന്ന ഭാഗത്തൊരു പ്രത്യേകത ഉണ്ടോ, ഇതുപോലെ ഒരു ഭാഗം വന്നിട്ട് അതിൽ നിന്നാണ് ഇലകൾ വരുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് ബഡ്സ് വരുന്നതാണ്, പക്ഷേ ഇതിൽ ബഡ്സ് നല്ല വലിപ്പത്തിലാണ് വരുന്നത്. ഒരു കായൊക്കെ ഉണ്ടായി നിൽക്കുന്നത് പോലെ നല്ല വലിപ്പത്തിലാണ് ബഡ്സ് വരുന്നത്. ഇത് ഇലകൾക്ക് അല്ലെങ്കിൽ ഇലകൾ വരുന്നതിന് മുൻപ് ആ ഇലകൾ ഒന്ന് സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗമാണ്. ഒരു ഇല വന്നിട്ട് ആ ഇലയോട് ചേർന്നിട്ടാണ് അടുത്ത ലീഫ് വരുന്നത്. നല്ല ഭംഗിയാണ്. ആ ഭാഗം ഇങ്ങനെ വിടർന്ന് വരുമ്പോഴേക്കും സ്റ്റെമ്മ് നമുക്ക് എടുത്ത് കാണാനും പറ്റും. പിന്നെ ഇലകളിൽ കണ്ടില്ലേ 3 ഷെയ്ഡ് വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. പ്ലാന്റ് സൈസ് ഈ ഒരു സൈസാണ്. 750 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റിന് 5000, 10,000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതാണ് ഇതിൽ ബഡ്സ് കേട്ടോ. ഫ്ലവർ കാണാനും അത്യാവശ്യം ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ സ്വദേശത്ത് വളർന്ന ഒരു പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പോകത്തില്ല. ഇതുപോലെ നല്ല വലിപ്പത്തിൽ ഭംഗിയായിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഈ ബഡ്സ് കാണുന്നത് പോലെ തന്നെ നല്ല വലിപ്പത്തിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് എല്ലാ നഴ്സറികളിലും ഒന്നും അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. ഇതുപോലെയാണ് ഡിലീനിയ ഫിലിപ്പീൻസിൽ ബഡ്സ് വരുന്നത്. നല്ല വലിപ്പത്തിലായിരിക്കും ബഡ്സ് ഉണ്ടാവുക കേട്ടോ. ബഡ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഈ കാണുന്നത് പോലെയാണ്. ഇതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ ഉള്ളിൽ കുറച്ച് പൂമ്പൊടി പോലെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫ്ലവറും കൂടി വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എല്ലാ സമയത്തും നമുക്ക് കിട്ടില്ല, ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിന് നമ്മൾ ഡിലീനിയ ഇൻഡിക്ക, അതുപോലെ തന്നെ എലഫൻ്റ് ആപ്പിൾ അല്ലെങ്കിൽ തെങ്ക, അങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പ്ലാന്റ്സ് കുറച്ച് അയക്കാൻ പെൻഡിങ് ഉണ്ട്. അപ്പോൾ കിട്ടാത്തവർക്ക് എല്ലാവർക്കും നമ്മൾ പ്ലാന്റ്സ് വേഗം തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാൻ കൂടി മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറന്നു പോകരുത്. നമുക്ക് പുതിയ പ്ലാനിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.